പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? VS സുക്താങ്കർ ആണ് മഹാഭാരതത്തിൻ്റെ വിമർശനാത്മകമായ പതിപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. VS സുക്താങ്കർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് കുടുംബത്തെ സംസ്കൃത ഗ്രന്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത്? കുലം എന്നാണ്. കുലം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുടുംബ കൂട്ടങ്ങളെ സംസ്കൃത ഗ്രന്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത് ജാതി എന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഗോത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത് വംശം എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ധർമ്മശാസ്ത്രങ്ങളിലും ധർമ്മസൂത്രങ്ങളിലും പ്രധാനപ്പെട്ടതാണ് മനുസ്മൃതി. ആറാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പെൺകുട്ടികളെ അന്യ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കുന്ന രീതിയാണ് എക്സോഗമി അഥവാ അന്യഗണ വിവാഹം. ഇത് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് ഭാര്യാത്വം. അതായത് ബഹുഭാര്യകൾ, ഒന്നിലധികം ഭാര്യകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ബഹുഭാര്യാത്വം എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ അവസ്ഥയാണ് ബഹുഭർത്തൃത്വം എന്ന് വെച്ചാൽ ഒന്നിലധികം ഭർത്താക്കന്മാർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണത്തെക്കുറിച്ച് സൂചന നൽകുന്നതാണ് പുരുഷ സൂക്തം. 4 വർണ്ണങ്ങളുണ്ട് അല്ലേ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അവരെയൊക്കെ കുറിച്ച് സൂചന നൽകുന്നതാണ് പുരുഷ സൂക്തം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏകബ്രാഹ്മണൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഗൗതമിപുത്ര ശതകർണിയാണ് ഏകബ്രാഹ്മണൻ എന്നറിയപ്പെട്ടിരുന്നത്. 11ാമത്തെ ചോദ്യം, മഹാഭാരതത്തെ ഡാഷ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്? ഇതിഹാസം. മഹാഭാരതത്തെ ഇതിഹാസം, എപ്പിക് എന്നാണ് വിളിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം അതിപ്രകാരമായിരുന്നു ആണ് ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹസ്തിനപുരത്ത് ഉദ്ഖനനം നടത്തിയത് ആരാണ്? അതായത് ഹസ്തിനപുരത്ത് എക്സ്കവേഷൻ നടത്തിയത് ആരാണ്? BB ലാലാണ് ഹസ്തിനപുരത്ത് ഉദ്ഖനനം നടത്തിയത്. 14ാമത്തെ ചോദ്യം, 2ാം ഊഴം എന്ന കൃതി രചിച്ചത് MT വാസുദേവൻ നായരാണ് 2ാം ഊഴം എന്ന കൃതി രചിച്ചത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? PK ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പുസ്തകം എഴുതിയത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, കുന്തി ഓ നിഷാദി എന്ന കഥ എഴുതിയത് ആണ് മഹാശ്വേതാദേവിയാണ്. കുന്തി ഓ നിഷാദി എന്ന ഗ്രന്ഥം എഴുതിയത്. അപ്പം 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ 3ാമത്തിൽ നിന്ന് ഇത്രയും പഠിക്കാനുള്ളൂ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.